നമ്മളിപ്പോ നാട്ടിലെ ഹോസ്പിറ്റൽ കേസുകളൊക്കെ ഇപ്പൊ എപ്പോഴും വലിയ വലിയ സർജറിയും കാര്യങ്ങളും അതല്ല വലിയ ട്രീറ്റ്മെന്റ് ഒക്കെ ആളുകൾ വ്യാപകമായിട്ട് ഹോസ്പിറ്റലിൽ കാർഡ് ഉണ്ടോ, ഇൻഷുറൻസ് കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കേൾക്കാതെ. ഏതൊക്കെ തരം കാർഡുകളാന്ന് അറിയില്ല. എന്നിട്ട് അതിന്റെ വളരെ ചെറിയ പെർസെന്റേജ് ഹോസ്പിറ്റലിൽ അടയ്ക്കാറുള്ളൂ, ബാക്കി ഇൻഷുറൻസ് കവർ ചെയ്യലാണ്. അതിനെ കുറിച്ചൊന്നും അറിയാൻ വേണ്ടിയിട്ട് അത് എന്തൊക്കെയാണെന്നുള്ളത്. അതായത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ നമ്മുടെ നാട്ടിലത് കൂടുതൽ പഠനം നടക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഏതൊക്കെ അർത്ഥത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചും പഠനം നടക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. കാരണം ചികിത്സാ ചെലവുകൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്ക് ഇപ്പോൾ നിലവിൽ, അതായത് അടിസ്ഥാനപരമായി നമുക്കൊരു ഇൻഷുറൻസ് സംവിധാനം അനുവദനീയമാകുന്നത് പരസ്പര സഹകരണത്തിൽ അധിഷ്ഠിതമായ, ലാഭത്തെ മുൻനിർത്തിയുള്ളതല്ലാത്ത, ലാഭത്തെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ലാത്ത ഒരു പദ്ധതിയാണ് എങ്കിൽ അത് അനുവദനീയമാണ് എന്നുള്ളതാണ് പണ്ഡിത സഭകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇൻഷുറൻസ് സംവിധാനങ്ങൾ, ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ആവട്ടെ, അതുപോലെയുള്ള പെൻഷൻ സ്കീമുകളാവട്ടെ, ഗവൺമെന്റ്സ് മുന്നോട്ട് വെക്കുന്ന അത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനം ഉദ്ദേശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ ക്ഷേമം ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായ സംവിധാനങ്ങൾ അനുവദനീയമാണ് എന്ന് ഹയ്യത്ത് കിബാറുൽ ഉലമയെ പോലെയുള്ള ഉന്നത പണ്ഡിത സഭകൾ ഫത്വ നൽകിയിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അതിലൂടെ ഒരു ലാഭം ഉണ്ടാക്കുക, ആളുകളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പണം അതിലൂടെ സമാഹരിച്ച് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച് ആളുകൾക്കൊരു ഒരു പരസ്പര സഹകരണ സംവിധാനം ഒരുക്കിക്കൊണ്ട് അവർക്ക് കൂടുതൽ ക്ഷേമവും അവർക്കിടയിൽ വരുന്നതായ അപകടങ്ങളെ അല്ലെങ്കിൽ റിസ്കുകളെ പരസ്പരം ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് ഒരു പൊതു സംവിധാനമാണെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലാതെ കൺവെൻഷണൽ ഇൻഷുറൻസ് സ്കീമുകൾ, അതായത് പ്രൈവറ്റ് കമ്പനികൾ ലാഭത്തിനു വേണ്ടി ആളുകൾക്ക് ഇൻഷുറൻസ് പോളിസികൾ നൽകുകയും അതുവഴി അവരിൽ നിന്ന് തുക സമാഹരിക്കുകയും എത്രയാണോ ക്ലെയിമുകൾ, ആ ക്ലെയിമുകൾ നൽകി മിച്ചം വരുന്ന തുക, കമ്പനിയുടെ സർപ്ലസ് എമൗണ്ട് അവരുടെ വരുമാനമായി എടുക്കുകയൊക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള രീതിയാണെങ്കിൽ അത് നിഷിദ്ധമാകുന്നതായ കാര്യമാണ്. അപ്പോൾ നമ്മൾ അതിലുപരി ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സാഹചര്യം ശരിക്കും പഠിക്കപ്പെടേണ്ടതാണ്. കാരണം അൽ ഹാജത്തുൽ ആമ്മ തുനസ്സലു മൻസിലത ദറൂറ എന്ന് പറയുന്ന ഒരു കായികയുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ആവശ്യമല്ല, മറിച്ച് ഒരു സമൂഹം മൊത്തം നേരിടുന്ന ഒരു പ്രശ്നമായി ഒരു കാര്യം മാറിക്കഴിഞ്ഞാൽ അതിനെ ദറൂറത്തായി പരിഗണിക്കാമോ എന്ന് ഫിഖ്ഹിൽ ഒരു ചർച്ചയുള്ള മേഖലയുണ്ട്, ഒരു തത്വമുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ ആ വിഷയം ഗൗരവത്തിലെടുത്ത് പഠിക്കേണ്ട വിഷയമാണ് മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട്. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ വലിയ രൂപത്തിൽ തന്നെ ഒരുപാട് കുടുംബങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്കും ശിഥിലമായി പോകാനും കാരണമായ കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന രൂപത്തിലുള്ള ആരോഗ്യ സംബന്ധമായ ചികിത്സാ ചിലവുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് എങ്ങനെയാണ് ഒരു ബദൽ സംവിധാനം നമുക്ക് ഒരുക്കാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള ബദൽ സംവിധാനങ്ങൾ ഏതൊക്കെ രൂപത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാം, അതിന് മഹല്ലുകൾ കേന്ദ്രീകരിച്ച്, അതല്ലെങ്കിൽ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ച്, അതല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക ദഅ്വാ രംഗത്ത് നിലകൊള്ളുന്ന സംഘടനാ സംവിധാനങ്ങൾ, ഇങ്ങനെയൊക്കെ തുടങ്ങിയ ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇപ്പൊ ഒരു മഹല്ലിൽ നിന്ന് അവര് ഒരു തുക കൃത്യമായി ആളുകളിൽ നിന്ന് സമാഹരിക്കുകയും ആ പദ്ധതിയിൽ ഭാഗവാക്കായ ആളുകൾക്ക് നിർണിതമായ ചില വലിയ തുക ചികിത്സക്ക് വേണ്ടി വരുന്നതായ രോഗങ്ങളോ മറ്റോ ഉണ്ടാകുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഇത്ര തുക സഹായമായി അല്ലെങ്കിൽ ഒരു സപ്പോർട്ടായി നമുക്ക് നൽകാം എന്ന രൂപത്തിലുള്ള ഒരു സഹകരണ പദ്ധതി അല്ലെങ്കിൽ ഒരു സഹകരണ ഫണ്ടൊക്കെ ഉണ്ടാകൽ വളരെ അനിവാര്യമാണ്. അത് കുടുംബങ്ങളിലാകാം, മഹല്ലുകളിലാകാം, അതുപോലെ തന്നെ നമ്മളുടെ ഞാൻ ഈ സൂചിപ്പിച്ച പോലെ സംഘടനാ സംവിധാനങ്ങൾക്ക് എങ്ങനെയാണോ നിയമപരമായി നമ്മുടെ നാട്ടിൽ അത് ചെയ്യാൻ സാധിക്കുന്നത് ആ നിയമവശങ്ങൾ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കി അത്തരം സംവിധാനങ്ങൾ ഒരുക്കൽ വളരെ അനിവാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് കൂടുതൽ കുടുംബങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം, ഒരു പ്രയാസമാണ് ഈ പറയുന്ന ആരോഗ്യ രംഗത്ത് അവർ നേരിടുന്നതായ പ്രതിസന്ധികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഇപ്പൊ നിലവിൽ നമുക്ക് ഗവൺമെന്റ് സംവിധാനങ്ങൾ ലഭ്യമാണ് എങ്കിൽ ആ ഗവൺമെന്റ് സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. വല്ലാഹു തആല അഅലം.